ഹായ് ഫ്രണ്ട്സ്, എക്സോഡിക് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ മേഘാലയയിലെ ചിറാപുഞ്ചിയിലുള്ള ലൈറ്റ് മിയാക് സോയിങ് എന്ന് പറയുന്ന വില്ലേജ് നെയിം ലൈറ്റ് മോക്സിയാങ് എന്ന് പറയുന്ന വില്ലേജിലാണ് കേട്ടോ. മാക്കിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇന്നലെ താമസിച്ച ഇവിടെ തന്നെയാണ്. ഇവിടെ നിന്ന് ഞാനിതാ ഡോക്കിയിലേക്കുള്ള റോഡിൽ ഇനി ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇതാണ് മാക്കിൻ്റെ അമ്മ. ആൻറ്റി ആപ്ക നെയിം യുവർ നെയിം? ക്രീംലൈൻ എന്ന് പറയുന്ന ആൻറ്റിയാണ്. ഇതാണ് മാക്കിൻ്റെ അച്ഛൻ. യുവർ നെയിം? അഷ്ടിനോറും. ഓക്കെ. ഇവരൊക്കെയാണ് എന്നെ ഇന്നലെ ഇവിടെ നിൽക്കാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തത്. ഒത്തിരി നന്ദിയുണ്ട്. ഞാനിവരോട് നന്ദി പറഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. നേരെ ഡോക്കിയിലേക്കാണ്. ഓക്കെ, ഐ എം ലീവിങ്. ബൈ. ഓക്കെ. അങ്ങനെ മാക്കിനോട് ബൈ പറഞ്ഞതാ. അവരുടെ വീട്ടിൽ ഇറങ്ങുകയാണ്. ഇനി ഇതാ ബാഗും എടുത്തിട്ട് ഇനി അപ്പുറത്തെ നമ്മുടെ ഷോപ്പിൽ പോയിട്ട് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് അവിടെ നിന്ന് അടുത്ത് ലിഫ്റ്റ് അടിച്ചിട്ട് ലാട്രിങ്യൂ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് ഇവിടുന്നൊരു 6-7 കിലോമീറ്ററോളം ഉണ്ടാവും. ഗൈസ്, അങ്ങനെ എനിക്ക് ഇവിടെ നിന്ന് ലിഫ്റ്റ് കിട്ടി. അത് ആരുമല്ല, എനിക്ക് ഇന്നലെ നമ്മുടെ വെയ്സാദോങ് ഫാൾസിൻ്റെ അവിടെ പോയിട്ട് ഞാൻ തിരിച്ചെനിക്ക് ലിഫ്റ്റ് തന്നില്ലേ, ബാംഗ്ലൂരിൽ നിന്ന് വന്ന കപ്പിള്. അപ്പോൾ അവരാണ് കേട്ടോ. അവരെ കറക്റ്റ് ടൈമിൽ എനിക്ക് ഇവിടെ നിന്ന് കാണാനും പറ്റി ലിഫ്റ്റ് അടിച്ചപ്പോൾ. അപ്പോൾ അവർ ഷില്ലോങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് എന്നെ വഴിക്ക് ഇറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് സ്ട്രൈറ്റ് കുറച്ചധികം ദൂരം, ഒരു 10-30 കിലോമീറ്ററോളം എനിക്ക് എന്തായാലും ലിഫ്റ്റ് കിട്ടും. സംഭവം ഭയങ്കര കോയിൻസിഡൻസ് കേട്ടോ. ഇന്നലെ ലിഫ്റ്റ് അടിച്ച് വരെ തന്നെ വീണ്ടും കാണാൻ പറ്റി. ഞാൻ പറഞ്ഞൊരു മിസ്റ്റേക്ക് വന്നു. കാരണം ഇവർ മുംബൈയിൽ നിന്നാണ് വന്നത്, ബാംഗ്ലൂരല്ല. ഞാൻ ബാംഗ്ലൂർ വെച്ച് പരിചയപ്പെട്ട വേറെയും കപ്പിൾസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയിൽ പറഞ്ഞതാണ്. ഇവർ മുംബൈയിൽ നിന്നാണ് കേട്ടോ. വരുന്ന വഴിക്ക് ഇവിടെ ഒരു കൾച്ചറൽ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഡാൻസ് ഒക്കെ ദൂരെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവരാണ് എന്നെ എനിക്ക് ലിഫ്റ്റ് ചെയ്യുന്ന മുംബൈയിൽ നിന്ന് വന്നവർ. റോഷൻ ആൻഡ് മോണിക്ക, നൈസ് ടു മീറ്റ് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. ഞാനിപ്പോൾ ജംഗ്ഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ചിറാപുഞ്ചിയും പിന്നെ ഇടത്തോട്ടുള്ള റോഡ് പോയി കഴിഞ്ഞാൽ ഡോക്കിയാണ് കേട്ടോ. ഞാനിപ്പോൾ നേരെ ഇനി ഡോക്കിയിലേക്കാണ് പോകുന്നത്. അവിടെ അങ്ങനെ ഒരു 10-15-20 മിനിറ്റോളം ഇരുന്നപ്പോഴത്തേക്ക് അടുത്ത ലിഫ്റ്റ് കിട്ടി. ഇതാ ഈ ബൈയുടെ കൂടെ ലിഫ്റ്റ് അടിച്ച് വരുന്നത്. അപ്ക നാം? യുവർ നെയിം? ലിനസ് സിംഗ്. ഓക്കെ, അങ്ങനെ ഒരു പേരാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇനി ഡോക്കി റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തൊരു 10 കിലോമീറ്റർ വരെ പുള്ളി എന്നെ ഇറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കിനി നേരെ മൗലിനോങ് വില്ലേജിലാണ് പോകേണ്ടത്. മൗലിനോങ്ങും ഡോക്കിയും സെയിം റൂട്ടിനാണ്, പക്ഷേ രണ്ടിടത്തേക്ക് പിന്നെ അവിടെ നിന്ന് പോകണം. അപ്പോൾ ഇവിടെ നിന്ന് ഇനി 53 കിലോമീറ്റർ ഉണ്ട് മൗലിനോങ് വില്ലേജ്. അതിനകത്ത് 37 കിലോമീറ്റർ വരെ നമ്മൾ സെയിം ഈ റൂട്ടിൽ തന്നെയാണ് പോകേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി മൗലിനോങ് റോഡിൽ കയറി പോകണം. ഇന്ന് ദുഃഖവെള്ളി ആയതുകൊണ്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാരൊക്കെയാണ് കേട്ടോ. പകുതി വഴിക്ക് വെച്ച് കണ്ട ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ്. ഇടയ്ക്ക് ബ്ലോക്ക് ആയതുകൊണ്ട് ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് വണ്ടികൾ. അപ്പുറത്തു നിന്ന് കുറച്ച് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ റോഡില് പണിയൊക്കെ നടക്കുകയാണ് കേട്ടോ. കാസി സ്മോക്കിങ്ങിന്റെ സാധനം എന്ന് പറഞ്ഞ ഡോക്കി റോഡിൽ ത്രൂ ഔട്ട് ഇതാ റോഡ് പണി നടക്കുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുന്നതും ഹൈവേ പോലെ ഇങ്ങനെ നല്ല വീതി കൂട്ടിക്കൊണ്ടിരിക്കുന്നതും പാറ പൊട്ടിച്ചിട്ട് ഇങ്ങനെ പണി നടക്കുന്ന കാഴ്ചകളും ഒക്കെയാണ് ഇപ്പോൾ കാണുന്നത്.
ഗൈസ് ആ പുള്ളിക്കാരൻ ഇവിടെ വരെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ മൗലിൻലോങ് വില്ലേജിലേക്ക് പോകുന്ന വഴിക്കുള്ള ആ റൂട്ട്, അതായത് ഡോക്കിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഇപ്പുറമാണ് പുള്ളിക്കാരൻ ഉണ്ടായിരുന്നതെന്നാണ് പറഞ്ഞത്. ഞാനത് മനസ്സിലാക്കിയത് 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പോൾ എന്നെ ഇവിടെ ഇറക്കിയിട്ട് പുള്ളിക്കാരൻ ഇപ്പോൾ പോയിട്ടുണ്ട്. ഞാൻ ഇനി മൗലിൻലോങ് വില്ലേജിലേക്ക് ഇവിടെ നിന്ന് 18 കിലോമീറ്റർ, ഇതാണ് മെയിൻ റോഡ് കേട്ടോ. ഇത് നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ ഡോക്കിയിലേക്ക് പോവാം. ഇവിടെ നിന്നൊരു 15 കിലോമീറ്ററൊക്കെ ഉള്ളൂ ഡോക്കിയിലേക്കുള്ള ഡിസ്റ്റൻസ്. 15 ഒരു 20 കിലോമീറ്ററിനകത്തേ ഉള്ളൂ ഡോക്കിയിലേക്കുള്ള ഡിസ്റ്റൻസ്. കണ്ടില്ല, മൗലിൻലോങ് വില്ലേജ് ഇങ്ങോട്ടാണ് 18 കിലോമീറ്റർ. ഇവിടെ 16 കിലോമീറ്റർ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കണ്ടോ, ഞാൻ എന്തായാലും അങ്ങോട്ടേക്കാണ് പോണത് ഇനി. എനിക്ക് അടുത്തൊരു ലിഫ്റ്റ് കിട്ടി കേട്ടോ കാറിൽ. അവിടെ കുറച്ച് ഇരുന്നപ്പോൾ തന്നെ 2 പയ്യന്മാർ വന്നു. ഇവർ മൗലിൻലോങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെ പോകുന്നുണ്ട്. ഇവിടെ നിന്ന് 15 കിലോമീറ്ററാണ് മൗലിൻലോങ്ങിൽ. അപ്പോൾ ഇവരൊരു 10-12 കിലോമീറ്ററോളം പോകുന്നുണ്ട്. A lot of people are washing clothes. Yeah. You gonna see them if you're lucky. Yeah, that's maybe luck. Just small animals. Small animals like deers, buffaloes. Yes. Buffalo no. Buffalo no. It's in South India only. Yeah. Okay. Buffalo you can. Elephants? No. Only in near Guwahati. ഗൈസ്, ബോയ് എന്ന് പറയുന്ന ആ പയ്യനാട്ടോ എനിക്ക് ലിഫ്റ്റ് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ നിന്ന് നോവാത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവർ പോകുന്നത്. ഞാൻ പോകുന്നത് മൗലിൻലോങ് എന്ന് പറയുന്ന വില്ലേജിലേക്ക്. ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ഇവിടെ കാടിൻ്റെ ഒരു അന്തരീക്ഷം, കാടുമൊക്കെ ആണെങ്കിലും ഇവിടെ ഒറ്റ മനുഷ്യരില്ല ഗൈസ്. മൃഗങ്ങളൊന്നുമില്ല ഗൈസ്. അതുകൊണ്ട് ഒട്ടും പേടിക്കണ്ട, നമ്മൾ സേഫാണ്. നമുക്കിവിടെ നടന്നു പോയാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടെ എന്താണ്, ചിറാപ്പുഞ്ചിര പോലെ മഴയൊന്നുമില്ല, മഞ്ഞൊന്നുമില്ല. ഇവിടെ രാത്രിയൊക്കെ, പകലൊക്കെ ചൂടും രാത്രിയിൽ ചെറിയ തണുപ്പൊക്കെ ഉള്ളൂ. ഇപ്പം നല്ലൊരു ക്ലൈമറ്റാണ്. മഞ്ഞൊക്കെ വരണമെന്നുണ്ടെങ്കിൽ സെപ്റ്റംബറൊക്കെ ആവുമെന്ന് പറയണേ. അതുകൊണ്ട് ഇവിടെ അങ്ങനെ കൊടും തണുപ്പും കോടമഞ്ഞൊന്നും അങ്ങനെ പേടിക്കണ്ട. അടിപൊളി സ്ഥലം കേട്ടോ. ഇപ്പോൾ ആൾക്കാരൊക്കെ വരുന്നുണ്ട്, ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്. ബായ്. ഇന്ന് ബോയ് എന്ന് പറഞ്ഞ പയ്യനാണെങ്കിൽ ഇവിടെ അവൻ്റെ വില്ലേജിൻ്റെ അടുത്താണെന്ന് പറയണത്. പക്ഷെ അവന് ഇനി ഷില്ലോങ്ങിലേക്ക് തിരിച്ചു പോകണം, അവിടെ താമസിക്കണേ. അപ്പോൾ അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ മൗലിൻലോങ് വില്ലേജിൻ്റെ ഉള്ളിൽ നമുക്ക് താമസിക്കാൻ പറ്റും. അവിടുത്തെ ആൾക്കാരോട് സംസാരിച്ചാൽ മതി എന്ന് പറയണേ. അപ്പോൾ ഞാൻ നോക്കട്ടെ ഗൈസ്. ഈ റോഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഞാനൊരു ഷോപ്പ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരനോടെ ഞാൻ വിചാരിച്ച് കാർപ്പൻറ്റർ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. ജോലിയുണ്ട്, പുള്ളിക്കാരൻ ഇവിടെ തന്നെയാണ് താമസം. ഇതുണ്ട്, ഒറ്റ തടിയിൽ തീർത്തൊരു പാലം പോലത്തെ സ്ഥലം കേട്ടോ. ഇവിടെ തന്നെ പുള്ളിയുടെ താമസമല്ല. ഉണ്ടോ, പൂച്ചയൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കും. പുള്ളി ഒറ്റയ്ക്കാണ് താമസം, ഒറ്റയ്ക്കാണ്. ആ കാർപ്പൻറ്റർ വർക്ക് आपका वर्क കാർപ്പൻറ്റർ. പൂച്ച എന്താ, പൂച്ചയെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ. പാവം. പുള്ളി ഇവിടെ തന്നെയാണ് ചായയൊക്കെ വെച്ച് കുടിക്കുന്നതും ചെറിയ പരിപാടി. പുള്ളിയുടെ വീട് ഇതാണ് കേട്ടോ. ഞാനത് വിചാരിച്ചത് ഒരു ഷോപ്പാണെന്ന്. ഷോപ്പല്ല, തടിയുടെയൊക്കെ ഒരു വർക്കൊക്കെ ചെയ്യുന്നത് പുള്ളിയാണ്. പിന്നെ കണ്ടില്ലേ, ഇത് തന്നെയാണ് പുള്ളിയുടെ റൂം. ഇവിടെ ഇരിക്കാനൊക്കെ അടുത്ത് പറയുന്നുണ്ട്. ഞാനതെങ്കിലും വണ്ടി വരുമോ നോക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തതാണ്. आपका नाम? എലി എന്നാണ് പേര് കേട്ടോ. നമ്മുടെ നാട്ടിൽ എലിയല്ല, ഇത് വേറെ എലി. അത് ടീയൊക്കെ വെച്ച് ചായയൊക്കെ ഇട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആള്. താങ്ക് യു സോ മച്ച്. കണ്ടോ, ഓരോ മനുഷ്യരുണ്ടല്ലേ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഇവരുടെയൊക്കെ ജീവിതം കാണാൻ പറ്റുന്നതിലൊക്കെ. ഇതൊക്കെ നമ്മുടെ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വരുമ്പോഴേ നമുക്ക് കിട്ടുള്ളൂ. ഇതൊക്കെ ഞാനിവിടെ ലിഫ്റ്റ് അടിച്ച് ഇവിടെ വന്ന് ഇറങ്ങിയതുകൊണ്ട് എനിക്കിത് കാണാൻ പറ്റി. വണ്ടിയിലൊക്കെ ബൈക്കിലോ അല്ലെങ്കിൽ കാറിലൊക്കെ പാഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കാണാനോ പരിചയപ്പെടാനൊന്നും പറ്റില്ല. ഇതുപോലെ എക്സ്പീരിയൻസ് ആണ്. ഇതുപോലുള്ള ജീവിതം കാണാനും വില്ലേജ് ലൈഫ് കാണാനും ഒക്കെ തന്നെയാണ് ഞാൻ മേഘാലയയിലേക്ക് ഒറ്റയ്ക്ക് ഇതുപോലെ നടന്ന് യാത്ര ചെയ്യാനൊക്കെ തീരുമാനിച്ചത്. നടന്നല്ല, ലിഫ്റ്റ് അടിച്ച്. മൗലിൻലോങ് വില്ലേജ് 1 കിലോമീറ്ററാണ് താഴേക്ക്. പിന്നെ ലിവിങ് റൂട്ട് ബ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കിലോമീറ്റർ ഇങ്ങോട്ട് പോകണം കേട്ടോ. Already 100 rupees for ഇവർ
ഒരു ദിവസം കൊണ്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാരാട്ടോ. ഞാൻ അവരുടെ വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചത്. അപ്പോൾ ഇവരുടെ ഒരു വണ്ടിക്ക് ഇവിടെ 100 രൂപ എടുത്താൽ മതി എന്നാണ്. മൗലിലോങ് വില്ലേജിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇപ്പോൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് അവിടുത്തെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ എന്നാൽ സ്റ്റേ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇവരൊക്കെ ഗോവയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഗോവയല്ലേ? ഗോവ. ഓക്കെ. ഇവർ 4 പേര്. I think if you want to ask permission everything, this is a good place. ഓക്കെ Yes, ഓക്കെ ഓക്കെ. yes. Because now we are going to our homestay. In front. ഓക്കെ ഓക്കെ ഓക്കെ. മൗലുലാങ് വില്ലേജിലെ ഒരു വയ്യേറെ കൂടെ പൊയ്ക്കൊണ്ടിരിക്കണം. പുള്ളിക്കാരനാണെങ്കിൽ എനിക്ക് ടെൻ്റ് അടിക്കാൻ ഒരു സ്പോട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പ്ലേ ഗ്രൗണ്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മഴ പെയ്യാതെ കിടക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നോക്കട്ടെ. ഗൈസ്, ഇന്നിവിടെ സ്റ്റേ എടുക്കാൻ പറ്റുമെങ്കിൽ ഇന്നൊരു നല്ലൊരു ഓപ്ഷനാണ്. കാരണം നാളത്തെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല വെളിച്ചമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കാണാനൊക്കെ പറ്റും. ഇതാണ് പ്ലേ ഗ്രൗണ്ടിൽ ടെൻ്റ് അടിക്കാമെന്നാണ് ഇവരും പറയുന്നത്. നമുക്ക് നോക്കാം. ഇത് ഫുള്ള് വില്ലേജാണ്. വില്ലേജിൽ എൻട്രി പോയിൻ്റ്, എക്സിറ്റ് പോയിൻ്റ് ഒക്കെ ഉണ്ട്. നോക്കട്ടെ. ഇനി മഴ എല്ലാം പെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഹിയർ 500 പ്ലസ് മെമ്പേഴ്സ്. ഓ, 500-ലധികം ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ടെന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. 120-ലധികം വീടുകളും 500-ലധികം മനുഷ്യരും ഇവിടെ താമസിക്കുന്നുണ്ടെന്നാണ്. പെർമനൻറ്റ് റെസിഡൻസ് ആണ്. ഗൈസ്, ഇത് വിചാരിച്ച പോലെ ചെറിയ സ്ഥലമൊന്നുമല്ല കേട്ടോ. നല്ല ആൾക്കാർ വരുന്നുണ്ട്. ഈ ഒരു ഗ്രാമപ്രദേശം, ഈ ഒരു വില്ലേജ് കാണാൻ വേണ്ടിയിട്ടും ആൾക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഉണ്ടല്ലേ, ഒരുപാടുണ്ട്. ഇതിനകത്ത് തന്നെ ഹോം സ്റ്റേ ഉണ്ട്. ഇതിനകത്ത് റിസോർട്ട് പോലത്തെ ഹോം സ്റ്റേസ് ഒക്കെ ഉണ്ട്. അവിടെ ബുക്ക് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവരാണ് എനിക്ക് ലാസ്റ്റ് ലിഫ്റ്റ് വന്നത്. ഇതിൻ്റെ എൻട്രൻസിലെ കാഴ്ചകളൊക്കെ ഞാൻ എന്തായാലും നാളെ രാവിലെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഗൈസ്, ഈ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇപ്പോൾ എന്തായാലും ഇരുട്ടായി തുടങ്ങി. സോ മൗലിലോങ് ഗ്രാമത്തിലെ വിശേഷങ്ങളും കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതൊരിക്കും ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്. ഇവിടെ രാത്രി പൂരി കഴിക്കാണ്ട് വന്നാൽ കേട്ടോ. ഇവിടെയുള്ളത് പൂരിയൊക്കെ തന്നെയാണ്.